ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ആ രാജ്യത്തിന്റെ മതമനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന ഒരു ചൊല്ല് പൊതുവെ പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞു വെച്ചത് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതാണ്. മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം എന്ന ചൊല്ല് വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നു. അതെ, ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഭീകരർ എത്തിയിട്ട് അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരുടെ നിയമം പാസ്സാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പിടിമുറുക്കുന്നത്. ഇപ്പോൾ സ്ലോവാക്യ ഒരു പള്ളി പോലും ഇല്ലാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. താജിക്കിസ്ഥാൻ, അവിടെ ഹിജാബും കൊണ്ട് അങ്ങോട്ട് ചെല്ല്, അകത്താവും. താടിയും നീട്ടി വളർത്തി തൊപ്പിയും തലപ്പാവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്ക്, അകത്താവും. താജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ 99% ഇസ്ലാമിസ്റ്റുകളുള്ള മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭരണപ്രദേശമാണ്. ആ ഇസ്ലാമിക രാജ്യത്ത് പോലും ഹിജാബും തൊപ്പിയും അപ്പിക്കുപ്പായവും പൊറോട്ട കെട്ടുമൊക്കെ ചുമരുകളിൽ കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ മോഡേണായി മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇല്ലെന്നല്ല. ആധാറിനകത്ത് ഇപ്പോൾ ചെവി കാണണം, നെറ്റി കാണണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പിക്കുപ്പായവും ഐഡന്റിറ്റി മറയ്ക്കുന്ന വേഷവും ഒക്കെ നമ്മുടെ രാജ്യവും വലിച്ചെറിയാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്, സുന്നികൾ കൂട്ടത്തോടുകൂടി മതം വിടുന്നു. നോക്കാം. ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു വാർത്തയാണ്. അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ബാൽക്കൻ രാജ്യങ്ങൾ. ഈ ബാൽക്കൻ രാജ്യം എന്ന് പറയാനുള്ള കാരണം ഈ ബാൽക്കൻ എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് ടർക്കിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതായത് ബാൽക്കൻ മൗണ്ടൈൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെയാണ് ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് സെർബിയ, പഴയ യൂഗോസ്ലോവിയ, കൊസോവോ, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ള അൽബേനിയ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ്. കാരണം 1990 ഈ യൂഗോസ്ലോവിയ പല രാജ്യങ്ങളായിട്ടൊക്കെ മാറി. സെർബിയ, കൊസോവോ, അങ്ങനെ ചില രാജ്യങ്ങളായിട്ടൊക്കെ മാറി. പക്ഷെ ഇവര് നേരത്തെ പ്രശ്നമുണ്ട്. അപ്പൊ കൊസോവോയിലെ ഏകദേശം 16 ലക്ഷത്തോളം കൊസോവോക്കാർ, അതിനകത്ത് 90% സുന്നി മുസ്ലിംസ് ആണ്. ഈ സുന്നി മുസ്ലിംസ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ടർക്കിയിലുള്ള രീതിയിലുള്ള മോഡറേറ്റ് സുന്നി മുസ്ലിംസ് ആണ് കൊസോവയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ളത്, നേരത്തെ വന്നത്. കാരണം നിങ്ങൾക്കറിയാം, ടർക്കി ഒരു മോഡറേറ്റ് ഇസ്ലാമിക രാജ്യമാണ് യൂറോപ്പിലുള്ള. അപ്പൊ ആ രീതിയിൽ ഒട്ടോമൻ എംപയർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന കൊസോവോയില് അവിടെയുള്ള ക്രിസ്ത്യാനികളെ അവരെ സുന്നികളായിട്ട് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അങ്ങനെയാണ് അത് സുന്നി മുസ്ലിങ്ങളാകുന്നത്. ഇപ്പം ആണെങ്കിലും അപ്പം ഇതിൽ 90% കൊസോവയില് സുന്നി മുസ്ലിംസും 2.5% കാത്തലിക്സും ബാക്കിയുള്ള 1.5% ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, അർമേനിയൻ ക്രിസ്ത്യൻ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, കോപ്റ്റിക് ക്രിസ്ത്യൻസ്, അവരാണ് അവിടെ ഉള്ളത്. അപ്പൊ അപ്പുറത്തുള്ള സെർബിയ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാത്തലിക്സും ഈ പറയുന്ന ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവരുമാണ്. അപ്പൊ ഈ സെർബിയയും ഈ ഇതിന് നേരത്തെ ഒരു പ്രശ്നമുണ്ട് കൊസോവോ ആയിട്ട്. പക്ഷെ ഇതിന്റെ ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 1990-കളിൽ ഈ സെർബിയയും കൊസോവയും തന്നെ അടിയായി. ഭയങ്കര അടിയായി, ഡിസ്പ്യൂട്ടും അതും ഇതും പ്രശ്നം. സെർബിയ ഒരു കാരണവശാലും കൊസോവയെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കരുതുന്നില്ല. അവർ പറയുന്ന അവരുടെ പാർട്ട്, അതിന് നിങ്ങൾക്ക് അറിയാതെ പേരിൽ മിലോസെവിക് അവിടെ ബോംബിംഗ് നടത്തുന്നു, പട്ടാളത്തിൽ വെച്ച് ആൾക്കാരെ കൊല്ലുന്നു. ഏകദേശം 13,000 പേരാണ് ആ കോൺഫ്ലിക്റ്റിലാകെ കൊല്ലപ്പെടുന്നത്. പിന്നീട് സഹിക്കാൻ വയ്യ, കാരണം മിലോസെവിക് വളരെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു സെർബിയ. പിന്നീട് നാറ്റോ ഇടപെടുന്നു, ഈ പറയുന്ന സെർബിയയുള്ള പട്ടാളക്കാർക്കെതിരെ ബോംബ് ചെയ്യുന്നു. അപ്പോഴാണ് ഇത് ശാന്തമാകുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നത്. അങ്ങനെ 2004 കൊസോവോ ഒരു സെപ്പറേറ്റ് രാജ്യമായി തീരും. ഇതാണ് ഏറ്റവും ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ സെർബിയയും ഞമ്മന്റെ ആളുകൾ എവിടെയുണ്ടോ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്, അവിടുത്തെ സമാധാനം കാർന്ന് തിന്നിട്ടേ നമ്മൾ അടങ്ങൂ, നമ്മൾ ഒതുങ്ങൂ. മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൂടി അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് വരെ നമ്മൾ നമ്മുടെ സമാധാനത്തിന്റെ പ്രചാരണം അവിടെ തുടരും. ഒടുവിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന മുസ്ലിങ്ങളെയും കൂടി ആ രാജ്യം ചവിട്ടി പുറത്താക്കും. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ സ്വയമേവ ആ മതം അങ്ങ് വിട്ടൊഴിയും. റഷ്യയും അതേപോലെ ചൈനയും കൊസോവയെ അംഗീകരിക്കുന്നില്ല ഒരു രാജ്യമായിട്ട്. ഇപ്പോഴും അവർ പറയുന്നത് അത് സെർബിയയുടെ ഭാഗമാണ്. ഇപ്പോഴുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, അപ്പം ഇവർ ഇതേപോലെ 1990 ശേഷം ഇവിടെ അടിയുണ്ടായ ശേഷം അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സും കാത്തലിക് ക്രിസ്ത്യൻസിനെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്ത് അവരെ ഇസ്ലാമാക്കി, സുന്നി ഇസ്ലാമാക്കി. അപ്പൊ അതിനുശേഷം പിന്നീട് അവിടെ സമാധാനമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം ഇവർക്ക് ഷെങ്കൻ, അതായത് ആ യൂറോപ്യൻ യൂണിയനിൽ ചേരാം. ഇതാണ് ഇവരുടെ ആവശ്യം. അപ്പൊ സെർബിയ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്, അവരുടെ കാൻഡിഡേറ്റ് അംഗീകരിക്കാൻ പോവുകയാണ്. പക്ഷെ കൊസോവോയ്ക്ക് 2024 ജനുവരി 1 അവിടെ ഉള്ളവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ അവിടെ പോകാൻ 90 ദിവസത്തേക്ക് വിസിറ്റ് ആയിട്ട്. അപ്പൊ ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്ന പ്രധാനമായിട്ട് സംഭവം കൊസോവോയ്ക്ക്
യൂറോപ്യൻ യൂണിയൻ ചേർന്ന് യൂറോപ്പ് പോലെ അവരുടെ രീതിയിൽ അവർക്ക് ജീവിക്കണം. ഇതാണ് അവരുടെ ആദ്യത്തെ ഡിമാൻഡ് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് 2004 ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറി. അവിടെ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ സംഭവം, അവിടെ 55% മുകളിലുള്ള സുന്നി മുസ്ലിംസ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയുണ്ട്? അവർ പറയുന്നത് അവർക്കൊരു കാരണവശാലും ഈ പറയുന്ന സുന്നി ഇസ്ലാമുമായിട്ട് യോജിച്ചു പോകാൻ സുന്നി ഇസ്ലാമിന് തയ്യാറല്ല. ഇത് ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്. കാരണം അവർ പറയുന്നത് അവർക്കൊരു കാരണവശാലും ഈ പറയുന്ന മുകളിലുള്ള സുന്നി മുസ്ലിംസ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവർ പറയുന്നത് അവർക്കൊരു കാരണവശാലും ഈ പറയുന്ന സുന്നി ഇസ്ലാമുമായിട്ട് യോജിച്ചു പോകാൻ സുന്നി ഇസ്ലാമിന് തയ്യാറല്ല. ഇത് ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്. കാരണം അതിന് ഒത്തിരി റീസൺസ് പറയുന്നുണ്ട്. അവർക്ക് ലോകവും മോഡറേറ്റ് ലോകവുമായിട്ടും പുതിയ ലോകവുമായിട്ട് ഒത്തുപോകണം. അതായത് ഇസ്ലാമിക ലോകവുമായിട്ട് പോകാൻ താല്പര്യമില്ല. അതായത് 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആധുനിക കാലഘട്ടത്തിൽ പച്ചയായ മനുഷ്യരായി ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കാനും കൂടെ താമസിക്കുന്നവർ മുസ്ലിമാണോ അല്ലയോ എന്ന് നോക്കി അവരുടെ ഗൈഡൻസ് സ്വീകരിക്കാനും മാതാപിതാക്കൾ ഏതു മതവിശ്വാസികളാണ് എന്ന് നോക്കിയിട്ട് അവരെ മാതാപിതാക്കളായിട്ട് അംഗീകരിക്കാനും ഇണകളെയും സഹോദരങ്ങളെയും ഒക്കെ സ്വീകരിക്കുന്നതിന് മതം ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് പറഞ്ഞത്. കേരളത്തിലുള്ളവരും ഈ പറയുന്ന സൂഡാപ്പികളൊക്കെ മനസ്സിലാക്കേണ്ട സംഭവമാണ് ലോകം എത്രമാത്രമാണ് ചേഞ്ച് ആകുന്നത്. അതായത് ഇവിടൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പ്, ഇവിടെ എംബ്രേസ് ഇത് ആകുന്നതിന് മുമ്പ്, ഇവിടെ നേരത്തെ ഇസ്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വളരെ മുമ്പ്, അതായത് ഒട്ടുമാൻ 80 സമയത്തുള്ള ഇസ്ലാമിലുള്ള ആൾക്കാരാണ് പറയുന്നത് അവർക്ക് ഈ ഇപ്പോൾ പോകുന്ന ഇസ്ലാമിനോട് താല്പര്യമില്ല. അവർക്ക് പൂർണ്ണമായിട്ട് ക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ. ഉറപ്പായിട്ടും അവിടെ ഇവാഞ്ചലിക്കൽ പെന്റക്കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് തുടക്കം കുറിച്ചത് 2004 ശേഷം അമേരിക്കൻ മിഷണറീസാണ്. അവരാണ് അവിടെ ചർച്ച വർക്കൗട്ട് ചെയ്യുന്നത്. അതുമായിട്ട് മനസ്സിലാക്കുക, അവിടെ സുന്നി മുസ്ലിമിന് വലിയ പ്രശ്നം ഉണ്ടാക്കി പല ഭാഗത്ത് അവരുടെ ഉസ്താദുമാരും അവർ സംഭവം. കാരണം അവിടെ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ, അതായത് കൊസോവോ റീകൺസ്ട്രക്ട് ചെയ്യാൻ ആദ്യം പണം കൊടുത്ത സൗദി അറേബ്യയാണ്, പിന്നീട് പണം കൊടുത്ത ടർക്കിയാണ്. ടർക്കി ശരിക്കും അവരെ സഹായിച്ചു, നമ്മൾ സുന്നി മുസ്ലിംസ് ആണ്. ഇപ്പോൾ അവരെ സഹായിക്കുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യമാണ് സാമ്പത്തികമായിട്ട്. അവിടെ ഈ ഇസ്ലാമിക പൊളിഞ്ഞ പള്ളികളൊക്കെ പണിയാനും അവർക്ക് സാമ്പത്തിക സഹായമൊക്കെ. ഏറ്റവും തമാശ എന്ന് പറയുന്നത് കൊസോവക്കാർ പറയുന്നത് അവർക്ക് ഇനി ഖത്തറിന്റെയും യുകെയുടെയും സഹായം ആവശ്യമില്ല. അവർക്ക് ഇസ്ലാമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. അവർക്ക് പുതിയ ലോകത്ത് ക്രൈസ്തവനായിട്ട് ജീവിക്കാനാണ് താമസം, അവർ താല്പര്യം. ഇത് ഞാൻ പറഞ്ഞല്ല, അവരുടെ ആൾക്കാരെ പ്രത്യേകം ഓരോ ആൾക്കാരെ കോട്ട് ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ആ മാറ്റം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഈ മാറ്റം വലിയ സംഭവമായി മാറി, വലിയൊരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവർ യൂറോപ്യൻ യൂണിയനിൽ ചേരുവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് 5ഓളം രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയനിലെ 5ഓളം രാജ്യങ്ങൾ ഇവരെ പൂർണ്ണമായിട്ട് എതിർത്തു. ഒന്ന് സ്പെയിൻ, 2 ഗ്രീസ്, സൈപ്രസ്, 2ഓളം രാജ്യങ്ങൾ. അപ്പൊ ഈ രാജ്യങ്ങൾ ഇവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ക്രൈസ്തവരെ അംഗീകരിക്കുകയും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ രാജ്യത്ത് ഷെങ്കൻ വിസ തന്ന് നിങ്ങൾക്ക് ജോലി തരാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ഘടകം. കാരണം ഇവർക്ക് അവിടെ വിസിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഷെങ്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സെർബിയക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പൊ സെർബിയൻ ഫുട്ബോൾ ടീമിനെ പറ്റി നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചാണ്. ഈ കൊസോവയിൽ നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട്. അതായത് പറയാൻ പോകുന്ന സംഭവം, നമ്മൾ ഈ കാണുന്നതല്ല ഈ ലോകത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും വർഷം വാറുണ്ടായ ശേഷം അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, റിപ്പോർട്ടിനകത്ത് വായിക്കുകയാണെങ്കിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലോട്ട് കടന്നിട്ടാണ് ഈ ബാൽക്കൻ രാജ്യത്തിലെ മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അവിടെ ഓരോ പള്ളികളിലും എല്ലാ ഞായറാഴ്ചയും 200-300 പേര് വെച്ചാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആയിട്ട് പോകുന്നത്. മനസ്സിലാക്കുക, ഇവരൊന്നും പറയുന്ന പോലെ കാത്തലിക്സ് ആയിട്ടോ ഓർത്തഡോക്സ് ആയിട്ടോ അല്ല പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചർച്ചകളായിരുന്നു. ഇവരെ അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യും. അവിടെ ഇല്ലാതായി മാറി. എന്നിട്ട് പിന്നെ 1% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചർച്ചിലുള്ള ആ പ്രീസ്റ്റുകളൊക്കെ അവിടെ നിന്ന് വിട്ടങ്ങ് പോയി. ഈ മറ്റൊരു സംഭവം ഉണ്ടായി, കൊസോവോ ചെയ്ത സംഭവം. അത് നമ്മൾ കേരളത്തിലുള്ള സുഡാപ്പികൾ മനസ്സിലാക്കുക. ഇവർ അവിടെ നിന്ന് 2014 ISIS ജോയിൻ ചെയ്യാൻ വേണ്ടി ഏകദേശം 400 പരം ഭാര്യ മക്കൾ കപ്പിൾസ് എല്ലാം സിറിയയിൽ ISISന് വേണ്ടി അവരിവിടെ തീരുമാനം അറിയുമ്പോഴത്തെ അവരെ ഇനി തിരിച്ച് ആ രാജ്യത്ത് കയറ്റുന്നില്ല. കാരണം അവർക്ക് അതേപോലെയുള്ള ഇസ്ലാമിക, നമ്മുടെ രാജ്യത്ത് നിന്ന് മതേതര രാജ്യമാണ്, എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അനുസരിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്ത് നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയിട്ട് അവിടെ കിടന്ന് കയ്യും കാലും എടുത്തിട്ട് തള്ളമാരിവിടെ ഫാഷൻ പരേഡും നടത്തി സുഡാപ്പികളുടെ സാധനവും താങ്ങിയിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്, സർക്കാർ കാരണമാണ് എൻ്റെ മോള് സിറിയയിലെത്തിയത്. സർക്കാർ തടഞ്ഞില്ല പോലും. മോളെ പ്രേമിക്കാൻ വേണ്ടി അഴിച്ചുവിട്ട് മോള് പ്രേമിച്ചവൻ്റെ തലയിൽ കയറി അവൻ മതം മാറ്റി കൊണ്ടുപോയി. ഇത് കുറ്റമാണോ? അവളുടെ കൂടെ സമ്മതമില്ലാതെ അവളുടെ പാസ്പോർട്ട് മാറ്റി ആദ്യം ശ്രീലങ്കയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്നിട്ട് അവിടെ നമുക്കറിയാം അവരെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെട്ട പാട്. അതേപോലും ബ്രിട്ടനിൽ നിന്നും ഒരുത്തിപ്പോയി.
ബ്രിട്ടൻ പറഞ്ഞു നോ നോ, നമ്മുടെ രാജ്യം പോരെന്ന് പറഞ്ഞ് പോയതല്ലേ, അവിടെ കിടന്ന് ചത്താലും ജീവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വരണമെന്ന് പറയരുത്. ഒടുവിൽ NIA ഇവിടെ നിന്ന് പോയ ആളുകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കാബൂളിലെ ജയിലിൽ. അപ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണം. എന്നാൽ ശരി, ഞങ്ങൾക്ക് ജീവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനും ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. എന്നാൽ പിന്നെ ബൈ പറഞ്ഞിട്ട് പോകുകയാണ് ചെയ്തത്. രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തവര് അവർ മുസ്ലിങ്ങളും അല്ല, അവർ ഹിന്ദുവൊന്നും അല്ല, അവർ ഭീകരന്മാരാണെന്ന് ആ രാജ്യം തീരുമാനമെടുക്കുന്നു. അതായത് വന്നവരോടൊക്കെ പറഞ്ഞു അവർ ക്രിസ്ത്യാനി ആയാൽ മാത്രമേ ആ രാജ്യത്ത് പ്രവേശിക്കൂ. അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ കൂട്ടിച്ചേർത്തെല്ലാം വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്നത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ അവരുടെ കൂട്ടത്തിൽ ആളുകളെ ചേർക്കുവാണെങ്കിൽ പോലും, അതായത് യൂറോപ്യൻ യൂണിയൻ ചേർക്കുവാണെങ്കിൽ പോലും അവരുടെ ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തിലെ ആളുകളെ ഇനിയും ചേർക്കുകയാണെങ്കിൽ ആ യൂറോപ്പിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് അവർ ക്രൈസ്തവരായിരിക്കണം. ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം അവർ ചെയ്യാം. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഫോർമാലിറ്റി ആയിട്ട് ലോകത്തോട് പറയുന്ന വേറെ കാര്യങ്ങളാണ്. അവിടുത്തെ ഭരണം ശരിയാകണം, കറപ്ഷൻ ശരിയാകണം, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ശരിയായി, ഇതൊക്കെ പുറമേ പറയുന്നത്. പക്ഷെ അതിൻ്റെ അടുത്തുള്ള 5ഓളം രാജ്യങ്ങൾ, അതായത് ഗ്രീസ്, സൈപ്രസ്, സ്പെയിന്, ഈ പറയുന്ന 5ഓളം രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന വാണിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്രൈസ്തവ രാജ്യമാണ് ഭൂരിപക്ഷമാണെങ്കിൽ മാത്രമേ യൂറോപ്യൻ യൂണിയൻ ഞങ്ങൾ നിങ്ങളെ ചേർക്കാൻ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ കൊസോവക്കാർക്ക് യൂറോപ്പുമായിട്ട് ചേർന്ന്, യൂറോപ്യൻ കൾച്ചറുമായിട്ട് ചേർന്ന് പോകാനാണ് താല്പര്യം. കാരണം ഈ 2024 വിസ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവർ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കണ്ടു. ആ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്താണ് യൂറോപ്പും എന്താണ് രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്നും ലൈഫ് സ്റ്റൈൽ. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ മതനിയമം വീർപ്പുമുട്ടി ആ മതം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു പോകുന്ന ആളുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ അന്തം വിട്ടു പോകുന്നു. പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ശരി എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ജീവിതം മതി. ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾ മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി സുന്നി വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മതം വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയാൻ സാധിക്കണമെങ്കിൽ എത്രമാത്രം രൂഢമൂലമായി മതം അവരുടെ മനസ്സിനെ അന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയത്, കണ്ടു തുടങ്ങിയത്. അപ്പോഴവർക്ക് ഇനി അനുഭവിക്കണമെന്നായി. നന്ദി.